എൻ്റെ പേര് സ്നേഹ. ഞാൻ പറപ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു വർഷം മുന്നേ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റിന് പോണേക്കാൻ മുന്നേ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. എനിക്ക് നന്നായി ഓടിക്കാൻ പറ്റും, കുഴപ്പമില്ല, അങ്ങനെ ഒരു ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ടെസ്റ്റിന് പോയി. ഫസ്റ്റ് ടെസ്റ്റിൽ 4 വീലർ കിട്ടി, 2 വീലർ കിട്ടിയില്ല. അപ്പോൾ ടീച്ചറൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, രണ്ടാമത്തെ വട്ടം റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ വട്ടം ഞാൻ പോയി. ഞാൻ ഓടിക്കണില്ല, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഞാൻ എൻ്റെ കോൺഫിഡൻറ്റ് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ രണ്ടാമത്തെ വട്ടം ഞാൻ പോയി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ആ നേരത്ത് ആ ഒരു സമയത്ത് അതുവരെ കോൺഫിഡൻ്റ് ആയിട്ട് ഭയങ്കര നിൽക്കും. ആ ഒരു ടെസ്റ്റിന് വേണ്ടി ഞാൻ അങ്ങോട്ട് 2 വീലർ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനോണ്ട് നിൽക്കില്ല. ടെൻഷൻ വന്നിട്ട് അത് വെറുതെ ഒരു ആവശ്യമില്ല, പക്ഷേ എവിടുന്നോ ഒരു ടെൻഷൻ വന്നിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റില്ല. ഒന്നും കാലുകുത്തും, അല്ലെങ്കിൽ അവിടെയുള്ള കമ്പിയൊക്കെ തെറിപ്പിക്കും. ഇതായിരുന്നു അവസ്ഥ. അങ്ങനെ എൻ്റെ കാലാവധി തീർന്നു ഈ ഒരു ടെസ്റ്റിൻ്റെ. അത് കഴിഞ്ഞ് പുതുക്കി എനിക്ക് സ്ലോട്ട് കിട്ടാത്ത അവസ്ഥയായി. കുറച്ച് കഴിഞ്ഞ് സ്ലോട്ട് ഈ കഴിഞ്ഞ 24-ാം തീയതി, മാർച്ച് 24-ാം തീയതി വന്നു. അപ്പം എനിക്ക് സ്ലോട്ട് വന്നപ്പോൾ ഞാൻ ഇപ്പം ഇതും പോകാനായിരിക്കും, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. അത് കഴിഞ്ഞ് ടെസ്റ്റിന് ഒരാഴ്ച മുന്നേ ആണ് അമ്മ ഇവിടെ നിന്ന് ആത്മാഭിഷേക മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരാഴ്ച വെച്ചിട്ട് ഞാനിന്ന് യോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ അനിയൻ SSLC എക്സാമാണ് എഴുതുന്നുണ്ട്. അപ്പോൾ അവനും ഈ പ്രാർത്ഥന അമ്മ ചൊല്ലാൻ പറഞ്ഞിട്ട് അവനും ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ചേച്ചി അത് പ്രാർത്ഥിച്ച് പോകുമ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിച്ചതായാലും ഒരു ടെൻഷൻ ഇല്ലാണ്ട് എഴുതാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ ഒരു വിശ്വാസത്തിൽ ഞാനും നന്നായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ടെസ്റ്റിന് പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് നിനക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ മാതാവേ ഇപ്രാവശ്യം കിട്ടണേ, ആ ഒരു പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ ഞാൻ ടെസ്റ്റിന് മുന്നേ വരെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ടെൻഷനൊക്കെ കുറവില്ല, ആ സമയത്തും ടെൻഷനൊക്കെ ആയിരുന്നു. അതിങ്ങനെ കയറിനൊക്കെ മുന്നേ ആത്മവിശ്വാസം മാതാവിനോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ടെസ്റ്റിനായിട്ട് നമ്മൾ വണ്ടി എടുത്തപ്പോൾ എനിക്ക് ആ നേരത്തെ എവിടെ നിന്നില്ലാത്തൊരു കോൺഫിഡൻ്റ് ആയിരുന്നു. ഇത്ര നാളുണ്ടായിരുന്നു. ആ ടെൻഷനൊക്കെ മാറി ഭയങ്കര കൂളായിട്ട് 8 എടുക്കും ചെയ്ത പോലെ ഫോർവേഡ് എടുക്കുകയും ചെയ്തു. അത് 8 എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷ പ്രകടനം കണ്ടിട്ട് അവിടുത്തെ സാറുമാർ പറഞ്ഞു, സ്നേഹ ഒരു ചെറിയ ടെസ്റ്റ് പാസ്സായതിനാണോ ഇത്രയും ഇത് കാണിക്കണേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അത്ഭുതമാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എന്താ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഈ പേഴ്സ് വെച്ച് ഇങ്ങനെ മധ്യസ്ഥം വായിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇതിങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര മിറാക്കിളായി തോന്നി. അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. സ്നേഹ കേട്ടിട്ട് എക്സാമോ എഴുതുന്നുണ്ട്. അത് പാസ്സായിട്ട് വന്നിട്ട് അടുത്ത സാക്ഷ്യം പറയുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് കേട്ടിട്ട് എക്സാം എഴുതുന്ന സ്നേഹയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അടുത്ത സാക്ഷ്യം കേൾക്കാനുള്ളത് ഫിസിക്സ് സെറ്റ്. ഇപ്പോൾ ചേച്ചികൾ കയറിയുന്നു. ചേച്ചിയുടെ മകൾക്ക് വേണ്ടിയിട്ടാണ്. +2 സെറ്റ് പരീക്ഷ പാസ്സായ മകള് സാക്ഷ്യം പറയും. ചേച്ചി സ്ഥലം പറഞ്ഞോ, പേര് സ്ഥലം പറയാ. എൻ്റെ പേര് ലേഖ, സ്ഥലം ചിയ്യാരം. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനോടും അച്ഛൻ്റെ അമ്മോടൊക്കെ ഞാൻ പറയും, സെറ്റ് എക്സാമാണ് അച്ഛാ, എനിക്ക് വേണ്ടി എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ മമ്മി, എന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആത്മാഭിഷേക മാതാവിൻ്റെ പ്രാർത്ഥന എൻ്റെ മോള് നിത്യം ചെല്ലാറുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ മോള് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാക്കി തന്നതിന് കോടാനും കോടി നന്ദി. കണ്ണടച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം.